ജന്തർ മന്ദിറിൽ ഉന്നാവ് കേസ് അതിജീവിതയുടെ പ്രതിഷേധം. അതിജീവിതയ്ക്ക് പിന്തുണയുമായി പൗരസംഘടനകളും എത്തിയിട്ടുണ്ട്. കേസ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചുവെന്നാരോപിച്ച് അതിജീവിത CBIക്ക് പരാതി നൽകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. YS അഭിനന്ദ് ജന്തർ മന്ദിറിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി. അഭിനന്ദ്, വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയും പാർലമെന്റിലുള്ള മുമ്പിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഏത് തരത്തിലാണ് പ്രതിഷേധം പുരോഗമിക്കുന്നത്? അതിജീവിതയുടെ പ്രതിഷേധമാണല്ലോ. അനുജ, പാർലമെന്റിന് മുന്നിൽ ഇന്നലെയും പൗരസംഘടനകളൊക്കെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഉന്നാവോ ബലാത്സംഗ കേസിൽ BJPയുടെ മുൻ MLA ആയിട്ടുള്ള കുൽദീപ് സെൻസാഗറിനെ വിട്ടയച്ച ജാമ്യം നൽകി. ഒപ്പം തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷ അത് റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധവുമായി അതിജീവിത തന്നെ ജന്തർ മന്ദിറിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ പാർലമെന്റിന് മുന്നിലും പൗരസംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഉന്നാവോ ബലാത്സംഗ കേസിൽ താൻ ഇരയാണെന്നും തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ അതിജീവിത തന്നെ പ്രതിഷേധവുമായി ജന്തർ മന്ദിർ എത്തിയിരിക്കുന്നത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പൗരസംഘടനകളും എത്തിയിട്ടുണ്ട്. SFI, ASF അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ പിന്തുണയുമായിട്ട് അതിജീവിതയ്ക്കൊപ്പമുണ്ട്. ഇന്ന് ഇന്ത്യ ഗേറ്റിലായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. പോലീസ് അനുമതി നൽകിയിരുന്നില്ല. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ താൻ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും അങ്ങനെ തന്നെ ഇരിക്കും, തനിക്ക് കൃത്യമായി നീതി ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ അതിജീവിതയും ഒപ്പം തന്നെ അമ്മയും അടക്കം ആവർത്തിച്ച് പറയുന്നത്. ഏത് തരത്തിലാണ് ഈ ഭരണകൂടത്തിനെ പൂർണ്ണമായിട്ടും വിലക്കെടുക്കുകയാണോ, അത് കോടതിയിൽ പോലും അത് കയറി വരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ ജന്തർ മന്ദിറിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇതൊരു നീതി ലഭിക്കുന്നു, അത് നീതി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ച അന്ന് വരെ, ലഭിക്കുന്ന ആ ദിവസം വരെ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ നിലവിൽ അതിജീവിതയുടെ തീരുമാനം. കൂടുതൽ പൗരസംഘടനകൾ പിന്തുണയുമായിട്ട് എത്തുന്നു. ഇന്നലെ പാർലമെന്റിന് മുന്നിൽ നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. ഡൽഹി ഹൈക്കോടതിക്ക് മുന്നിൽ ഇടതുപക്ഷ മഹിളാ സംഘടനകളടക്കം പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യമുണ്ട്. ഇന്ന് അതിജീവിത CBIയിൽ വീണ്ടും പരാതി നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയിരുന്നു. CBI അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോന്നു. സുപ്രീം കോടതി അത് അടിയന്തരമായി അപ്പീൽ പരിഗണിക്കാമെന്ന് പറയുന്നതിനിടെയാണ് ഇത്തരത്തിലേക്ക് ഒരു പ്രതിഷേധവുമായി അതിജീവിത ജന്തർ മന്ദിറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും പൗരസംഘടനകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രതിഷേധം അത് കടുപ്പിക്കുമെന്നും അത് തുടരുമെന്നും തന്നെയാണ് അതിജീവിതയും കൂടെയുള്ള പൗരസംഘടനകളടക്കം വ്യക്തമാക്കുന്നത്. അനുജ, ഉന്നാവ് കേസ് അതിജീവിതയാണ് ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്നത്. വിവിധ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.